ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു സെക്ഷനാണ്. ഇവിടെ സ്റ്റൈൽസ് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ പോണ ഈ ഒരു സെക്ഷനാണ്. ഈ കാണുന്ന സ്റ്റൈലുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഡോക്യുമെൻറ്റിന് വേണ്ട സ്റ്റൈലുകൾ സെല്ലിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു ബഡ്ജറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ടൈറ്റിൽ കൊടുക്കുന്നു. ഇത് ഒരു ഹെഡിങ് ആണെങ്കിൽ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇത് കണ്ടോ ഹെഡിങ് എന്ന് പറയുന്ന സ്റ്റൈല് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡിഫറെൻറ്റ് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഏത് സ്റ്റൈൽ വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇതെടുക്കുകയാണ് ബഡ്ജറ്റ്. ഇനി എനിക്ക് തോന്നുകയാണ് ഈ ഒരു സ്റ്റൈലിന് കുറച്ചുകൂടെ ഷെയ്ഡ്സൊക്കെ കൊണ്ടുപോകുന്നാൽ അല്ലെങ്കിൽ ഹെഡിങ്ങിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇല്ല. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയാമോ, എനിക്കിതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫില്ലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ചെറിയ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. ഓക്കെ അടിച്ചതിന് ശേഷം വീണ്ടും ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ ഹെഡിങ്ങിൽ ഇപ്പോൾ ഈ കളറൂടെ അപ്ലൈ ആയി. അപ്പം ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇവിടെയുള്ള സ്റ്റൈലുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആ യൂസ് ചെയ്യുന്ന സ്റ്റൈലിനെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനും പറ്റും. ഇനി അടുത്തതായിട്ട് എനിക്കിവിടെ വേണ്ടത് ഡേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം ഡേറ്റ്സ് ഞാനിപ്പോൾ എഴുതുവാണ് 01/01/2000 എന്നെഴുതി. ഇനി ഈ ഡേറ്റ്സ് എന്ന് പറയുന്ന കോളവും ഇതുപോലെ തന്നെ എനിക്ക് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വരാം. അതിനുശേഷം എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പം ഇത് ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഡേറ്റ്സ്. ഈ ഡേറ്റ്സിനെ എല്ലാം ഞാൻ താഴോട്ട് ഓട്ടോ ഫില്ല് ചെയ്യുന്നു. ഓട്ടോ ഫില്ല് ചെയ്യുന്ന ഈ ഡേറ്റ്സിനെല്ലാം എനിക്കൊരു സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇതുപോലൊരു കളർ കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലൊരു കളർ കൊടുക്കണമെങ്കിലോ എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കലി സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്യുമെൻറ്റിനെ മോർ ബ്യൂട്ടിഫുള്ളി പ്രസൻറ്റബിൾ ആക്കാൻ, ആളുകൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അതിനൊരു ലുക്കും ഫീലും കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറേ ഫങ്ഷൻസാണ് ഈ സ്റ്റൈലിലുള്ള. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ തന്നെ സ്റ്റൈൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ വീണ്ടും ബഡ്ജറ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അതിനുശേഷം എനിക്കിഷ്ടപ്പെട്ട ഒരു ഫോണ്ട് ഞാൻ ചൂസ് ചെയ്യുകയാണ്. ഈ ഒരു ഫോണ്ട് ചൂസ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ പറയുകയാണ് എനിക്ക് ബ്ലൂ ആണ്, ലൈറ്റ് ബ്ലൂ ആണ് വേണ്ടത്. ഓക്കെ, ഞാൻ പറയുകയാണ് എനിക്കിതിന് ബോർഡർ കൊടുക്കണം, തിക്ക് ബോട്ടം ബോർഡർ വേണമെന്ന് പറയുന്നു. ഞാൻ ബോർഡർ വിട്ടു. അതിനുശേഷം ഈ ഒരു സ്റ്റൈല് എനിക്ക് പെർമനൻ്റായിട്ട് റീറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കുള്ള ടൈറ്റിലുകൾക്കെല്ലാം അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്പനിയുടെ ഒരു ബേസിക് ഫോർമാറ്റായി മാറ്റണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ സ്റ്റൈൽ എന്നുണ്ട്. ഈ ന്യൂ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്റ്റൈൽ സേവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പ്ലോട്ടിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ചെയ്യുന്നു. എനിക്ക് വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ എനിക്ക് നടത്താം. ഇവിടെ കളറൊക്കെ വീണ്ടും മാറ്റാം. ഇപ്പോൾ കിടക്കുന്ന ബ്ലൂ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഓക്കെ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതൊരു സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി അടുത്ത കണ്ടൻറ്റ് എഴുതിയതിന് ശേഷം ഇപ്പോൾ ഞാൻ വീണ്ടും ബഡ്ജറ്റ് എന്ന് എഴുതുകയാണ്. ഈ പറയുന്ന സ്റ്റെപ്പുകൾ എനിക്ക് ഫോളോ ചെയ്യേണ്ടതില്ല. എനിക്ക് നേരെ ഇവിടെ വരാം. ബഡ്ജറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലോട്ടിറ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സ്റ്റൈൽ ഇവിടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഫോർമാറ്റ് പെയിൻറ്ററും സമാനമായ ജോലിയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫോർമാറ്റ് ഇവിടെ എന്തൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോർമാറ്റ്സ് ഉണ്ടോ അത് കോപ്പി എടുക്കണമെങ്കിൽ ഫോർമാറ്റ് പെയിൻറ്ററെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ കൊണ്ടുവന്നാൽ അതോടെ പേസ്റ്റ് ആവും. എന്നാൽ ഫോർമാറ്റ് പെയിൻറ്ററിനെ എനിക്ക് ആക്ടിവേറ്റ് ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ, പെർമനൻ്റായിട്ട് ആക്ടിവേറ്റ് നിർത്തണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഫോർമാറ്റ് നമുക്ക് ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി എവിടെയൊക്കെ ഞാൻ ഹിറ്റ് ചെയ്യുന്നു ഇത് കണ്ടോ, അതെല്ലാം എനിക്ക് കോപ്പി, ആ ഫോർമാറ്റ് മറ്റ് സ്ഥലങ്ങളിലേക്ക് കോപ്പി ആവും. അപ്പം നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് നിർത്തണമെങ്കിലും ഫോർമാറ്റ് പെയിൻറ്ററെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ആവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സെൽ സ്റ്റൈലിൽ നിങ്ങളെ കാണിക്കാനുള്ളത്.